കൂട്ടുകാരെ, പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അണ്ണാറക്കണ്ണന്റെ കഥയാണ് കേട്ടോ. അപ്പൊ കഥയിലേക്ക് പോകാമല്ലേ? ഒരിടത്ത് ഒരു കാട്ടിൽ മിട്ടു എന്നു പേരുള്ള ഒരു അണ്ണാറക്കണ്ണൻ ജീവിച്ചിരുന്നു. അവന്റെ വാല് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? അവിടെയും ഇവിടെയുമെല്ലാം ഓടിച്ചാടി വളരെ സന്തോഷത്തോടെയാണ് അവൻ അവിടെ കഴിഞ്ഞിരുന്നത്. എല്ലാ ദിവസവും അവൻ പലതരം വിത്തുകൾ ശേഖരിച്ച വിത്തുകളെല്ലാം മരത്തിന്റെ പൊത്തിൽ സൂക്ഷിച്ചു വയ്ക്കും. അവന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ മിട്ടുവിന് ബാക്കി എന്തുമുള്ളൂ. ഒരു ദിവസം വിത്തുകൾ ശേഖരിക്കുന്നതിനിടയിൽ അവനൊരു മൂങ്ങയെ കണ്ടു. മൂങ്ങയുടെ പേര് പങ്കൻ എന്നായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടന്ന് വിത്തുകൾ ശേഖരിക്കുന്ന മിട്ടുവിനെ പങ്കൻ കുറേയേറെ നേരം നോക്കിയിരുന്നു. എന്നിട്ട് അവന്റെ അടുത്ത് ചെന്നിരുന്ന് ചോദിച്ചു, ഇത്രയേറെ വിത്തുകൾ ശേഖരിക്കുന്നത് എന്തിനാണ്? ഇത് മഞ്ഞുകാലത്തേക്ക് എനിക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളാണ് ഞാനിങ്ങനെ ശേഖരിച്ചു വെക്കുന്നത്. മഞ്ഞുകാലം മുഴുവൻ കഴിയാൻ ഇവ തികയുമോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. പങ്കൻ പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതുകൂടി ഓർക്കണം, ഈ കാട്ടിലുള്ള മറ്റുള്ള ജീവികളെയും കൂടി സഹായിക്കണം. മിട്ടു ആ ഉപദേശം ഒന്നും കേൾക്കാനേ നിന്നില്ല. അവൻ വിത്തുകൾ ശേഖരിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി മിട്ടുവിന്റെ കലവറ നിറഞ്ഞു വന്നു. അവൻ ഇപ്പോൾ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോലും പോകാതെയായി. എപ്പോഴും വിത്ത് ശേഖരണത്തിൽ മുഴുകി. അങ്ങനെ ഇരിക്കെ മഞ്ഞുകാലം വന്നു. കാട് മുഴുവൻ മഞ്ഞുകൊണ്ട് പുതഞ്ഞു. കാട്ടിലെ ജീവികൾക്കുള്ള ആഹാരങ്ങൾ കുറഞ്ഞു വന്നു. മിട്ടു തന്റെ കൂട്ടിൽ സുഖമായി കഴിഞ്ഞു. അവൻ ആവശ്യത്തിനുള്ള ഭക്ഷണം അവന്റെ പക്കൽ തന്നെ ഉണ്ടായിരുന്നു. മഞ്ഞുകൊള്ളേണ്ട ആവശ്യം അവന് വന്നില്ല. തന്റെ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കിയ മിട്ടു കണ്ടത് തന്റെ പല കൂട്ടുകാരും തണുപ്പത്ത് തണുത്തു വിറച്ച് ആഹാരം തേടി കാട്ടിലൂടെ അലയുന്നതാണ്. ഒരു ദിവസം മിട്ടുവിന്റെ കൂട്ടുകാരൻ കിട്ടുമുയൽ വാതിലിൽ മുട്ടി. മിട്ടു, എനിക്ക് കുറച്ച് ആഹാരം തരാമോ? ഞാനും എന്റെ കുടുംബവും വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കിട്ടുന്നേയില്ല, അവൻ യാചിച്ചു. മിട്ടു ഒട്ടും ദയയില്ലാതെ കിട്ടുവിനോട് പറഞ്ഞു, ഞാൻ വിത്തുകൾ ശേഖരിച്ചത് എനിക്ക് വേണ്ടി മാത്രമാണ്. എന്നോട് ക്ഷമിക്കണം, ഇതിൽ നിന്ന് ആർക്കും ഞാൻ പങ്കുവയ്ക്കില്ല. കിട്ടു സങ്കടത്തോടെ തിരിച്ചുപോയി. മിട്ടുവിന് തന്റെ പ്രവൃത്തിയിൽ കുറച്ച് നാണക്കേട് തോന്നി. എങ്കിലും അതവൻ വലിയ കാര്യമാക്കിയില്ല. കിട്ടു മാത്രമല്ല, അവന്റെ വേറെയും പല കൂട്ടുകാരും സഹായത്തിനായി വന്നു. എങ്കിലും അവരെയും മിട്ടു സഹായിച്ചില്ല. അവന്റെ കാര്യം മാത്രമേ അവൻ ചിന്തിച്ചുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു രാത്രി ഭയങ്കരമായ ഒരു മഞ്ഞുകാറ്റ് വന്നു. അത് കാടിനെ ആകെ ഉലച്ചു. ഇതുവരെ കാണാത്ത മഞ്ഞിന്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ ആയിരുന്നു അത്. കാറ്റിന്റെ ചൂളം വിളി ഏവരെയും ഭയപ്പെടുത്തി. മിട്ടു തന്റെ കൂട്ടിൽ വളരെ സുരക്ഷിതനായിരുന്നു. പക്ഷേ അവൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അവന് കൂട്ടുകാരില്ല. അവരുടെ കൂടെയുള്ള കളിച്ചിരികൾ അവന് നഷ്ടപ്പെട്ടു. അവൻ എല്ലാവരുടെയും അടുത്ത് നിന്ന് ഒറ്റപ്പെട്ടു. അങ്ങനെ മിട്ടു ആ കൂട്ടിലിരുന്നപ്പോൾ പങ്കൻ മൂങ്ങയുടെ വാക്കുകൾ അവന് ഓർമ്മ വന്നു. പിറ്റേ ദിവസം രാവിലെ കൊടുങ്കാറ്റ് മാറി. അപ്പോഴേക്കും അവനൊരു നല്ല തീരുമാനം എടുത്തിരുന്നു. അവൻ കുറച്ച് വിത്തുകളുമായി മഞ്ഞിലൂടെ സൂക്ഷിച്ചു നടന്നു. മിട്ടു നേരെ പോയത് കിട്ടുവിന്റെ കൂട്ടിലേക്കായിരുന്നു. വിത്തുകൾ അവൻ കൂടിന്റെ മുന്നിലായി വെച്ചു. ബാക്കിയുള്ള കൂട്ടുകാരുടെ ഓരോരുത്തരുടെ വീടിന്റെ മുന്നിലും മിട്ടു എത്തി. എന്നിട്ട് കുറേശ്ശെ വിത്തുകൾ അവരുടെ വീടിന് മുന്നിലും വെച്ചു. ഓരോ കൂട്ടുകാരും രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവർക്ക് അതിശയമായി, വളരെ സന്തോഷവും. ആർക്കാണ് തങ്ങളോട് ഇത്രയും ദയയുള്ളത്? അവർ അതിശയിച്ചു. അവർക്ക് മനസ്സിലായി അത് ചെയ്തത് മിട്ടു ആണെന്ന്. അവർ എല്ലാവരും മിട്ടുവിന്റെ കൂടിന് വെളിയിൽ ഒത്തുകൂടി അവനോട് നന്ദി പറയുവാൻ വേണ്ടി. ആ ദിവസം മുതൽ മിട്ടു കൂട്ടുകാരോടെല്ലാം സ്നേഹത്തോടെയും ദയയോടുകൂടിയും പെരുമാറി. സന്തോഷം പല രീതിയിൽ നമുക്ക് ലഭിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുമ്പോഴുള്ള സന്തോഷം എന്തിനേക്കാളും വലുതാണ്. അന്നു മുതൽ മിട്ടു ഒറ്റയ്ക്കായില്ല. അവർ എല്ലാവരും കൂടി മഞ്ഞുകാലം ഒരുമിച്ച് കഴിഞ്ഞു.
പിന്നീട് വന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ആ കൂട്ടുകാർ ഒരുമിച്ച് നിന്ന് നേരിട്ടു. ദയയും സൗഹൃദവുമാണ് ശരിയായ ധനമെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഒരുപാട് മോറൽ സ്റ്റോറീസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. എല്ലാം കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായി കാണുന്നവർക്ക് കഥ ഇഷ്ടായോ? പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. നല്ലൊരു കഥയുമായി നാളെ കാണും വരെ ബൈ ബൈ.